നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോലികളുടെ കോഴ്സുകൾക്കെല്ലാം തന്നെ നമുക്ക് ഇപ്പം 40% ഓഫ് ഉണ്ട്. ഹായ്, വെൽക്കം ടു എൻട്രിയ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതിൻ്റെ ഒരു വേക്കൻസീസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ടൈം ടു ടൈം വിളിക്കാറുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ഈ ഒരു FCയുടെ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് അഗെയിൻ ഒരു വളരെയധികം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഇതിപ്പം വളരെയധികം ഡിസ്കഷൻ നടക്കാനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എക്സാംസിനെ വിളിക്കുമ്പം അവർ നമ്മുടെ സാധാരണ SSCയോ ബാങ്കോ റെയിൽവേ പോലെ എല്ലാ വർഷവും റെഗുലറായിട്ട് ഒരു മാസം ആകുമ്പം വിളിക്കുന്ന ഒരു എക്സാം അല്ല. ഒരു വേക്കൻസീസ് ക്രിയേറ്റ് ആകുമ്പം ഒരു 3 to 4 year ഗ്യാപ്പിലാണ് ഈ എക്സാംസ് എപ്പോഴും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ 2012 വിളിച്ചു കഴിഞ്ഞാൽ 2012 ശേഷം പിന്നെ 2015 വിളിച്ചത്, 3 വർഷം ഗ്യാപ്പ് കഴിഞ്ഞു. 2015 കഴിഞ്ഞ് പിന്നെ അത് വിളിച്ചത് 2019, 4 വർഷം ഗ്യാപ്പ് കഴിഞ്ഞു. പിന്നെ 2019 കഴിഞ്ഞതിന് ശേഷം പിന്നെയും അത് വിളിക്കുന്നത് 2022 പിന്നെ അത് വിളിച്ചത്. ഓൾമോസ്റ്റ് ഒരു 19, 20, 21, 22 3 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞു. ഇനി 2022 കഴിഞ്ഞ് അത് ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഇപ്പം ഒരു 3 year ഗ്യാപ്പ് വെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും 2025 വരേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ 2022 അത് വിളിച്ചെങ്കിലും അതിൻ്റെ എക്സാം പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആയപ്പോൾ 2023 സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 to 4 years ഗ്യാപ്പ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു 3-4 എക്സാംസിൻ്റെ ഹിസ്റ്ററി 2012 തൊട്ട് 2026 വരെയുള്ള ഈ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം 3 to 4 year ഗ്യാപ്പിലാണ് ഈ FCയുടെ എക്സാംസ് എപ്പോഴും വിളിക്കുന്നത്. മിനിമം 3 year ഗ്യാപ്പും മാക്സിമം 4 year ഗ്യാപ്പാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു ഇയർ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2022 ശേഷം 2026 എന്ന് പറയുമ്പോൾ 2025 വിളിച്ചില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ 2026 എന്ന് പറയുമ്പോൾ 4 വർഷത്തെ ആ ഒരു മാക്സിമം ഗ്യാപ്പിലേക്ക് എത്തുവാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം നമുക്ക് ആ ഒരു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വരാൻ ഏറ്റവും കൂടുതൽ പോസിബിൾ ആയിട്ടുള്ളൊരു സമയമാണ്. ഇത് കൂടാതെ മിനിസ്ട്രീസും ഒക്കെ തമ്മിൽ ഈ ഒരു ഇതിനെക്കുറിച്ച് വളരെയധികം ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വേക്കൻസീസ് അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് ആ വേക്കൻസീസ് ഫില്ലായിട്ട് 4 വർഷമായി എന്നൊരു ഇത് വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ മിക്ക എക്സാംസ് ഒക്കെയും റെഗുലറായിട്ട് നടക്കുമ്പോൾ FCയുടെ എക്സാം ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ടും ഇതുവരെ വിളിക്കാത്ത കാരണം ആ ഒരു എക്സാംസിനെ കുറിച്ച് ഇപ്പോൾ വളരെയധികം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പറയപ്പെടുന്നത് വളരെ അധികം വേക്കൻസിക്കാണ് വിളിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ FCയുടെ അഗെയിൻ ഒരു വേക്കൻസി ഹിസ്റ്ററി നോക്കിയാൽ പോലും നമുക്ക് എപ്പോഴും വിളിക്കുന്ന ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഒരു 4000 തൊട്ട് 7000 ആ റേഞ്ച് ഓഫ് വേക്കൻസീസ് ആണ് യൂഷ്വലി വിളിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വേക്കൻസിയാണ് വിളിക്കുന്നത്. ഗ്രാജുവേറ്റ്സിനും അതുപോലെ തന്നെ ടെക്നിക്കൽ എക്സാം നോക്കുന്നവർക്ക് പോലും അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരുന്നൊരു എക്സാം കൂടിയാണ് FCയുടെ എക്സാം എന്ന് പറയുന്നത്. ബിക്കോസ് 2 പേർക്കും ഈക്വലി ഈ പറയുന്ന പോലെ തന്നെ വേക്കൻസീസ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് കാണാറുണ്ട് അതിനകത്ത്. അത് ഒന്നിൽ കൂടുതൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പലർക്കും ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോൺ വൈസ് ആണ്, അപ്പം സോണിനനുസരിച്ചാണ് ഫില്ല് ചെയ്യുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ 4000 തൊട്ട് 7000 വേക്കൻസിക്കൊക്കെയാണ് ഇന്ന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ നമ്മൾ ആ ഒരു പറഞ്ഞ വേക്കൻസി ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വട്ടവും നമുക്ക് മിനിമം അത്രയും വേക്കൻസി കാണും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇത് കൂടാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷൻ അനുസരിച്ചാണെങ്കിൽ ഒരുപാട് വേക്കൻസി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അറൗണ്ട് ഒരു 27 to 33,000 വേക്കൻസീസ് ഫില്ല് ചെയ്യാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും വേക്കൻസീസ് ശരിക്കും ഉണ്ടെങ്കിൽ തന്നെ അത് ഒറ്റയടിക്ക് അത്രയും വേക്കൻസി ഫില്ല് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. ബട്ട് എന്നാൽ പോലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി എന്ന് വെച്ചുകൊണ്ട് ആ ഒരു സംഭവം അങ്ങനെ തന്നെ നടക്കാം എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് എങ്ങനെയായാലും ഒരു 7000-ഓളം വേക്കൻസീസ് നമുക്ക് കാണാൻ പറ്റുന്നുള്ള കാര്യം ഡൗട്ടൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വേക്കൻസിയാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വർഷം പാസ് ഔട്ട് ആയിട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു വളരെയധികം വളരെയധികം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഈ പറയുന്ന എക്സാം ഇനിയിപ്പോൾ ഈ 2024 നടന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളിക്കാൻ പോകുന്നത് പിന്നെ ഒരു 3-4 വർഷം കഴിഞ്ഞേ വിളിക്കത്തുള്ളൂ. മിക്കവാറും നമ്മൾ പിന്നെ അത് കാണാൻ സാധ്യതയുള്ളത് 2030 ആ ഒരു സമയത്തായിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം ഒരു ഗ്യാപ്പ് കഴിഞ്ഞു. അപ്പം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് തന്നെ ഒരു ബോണസ് ആയിട്ട് നമുക്ക് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന എഴുതുന്ന എക്സാംസിന് കൂടെ ഒരു ബോണസ് എന്ന രീതിയിൽ വരുന്നൊരു എക്സാം ആണെന്ന് തന്നെ പറയാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എക്സാംസിൽ വരുന്ന, ഏതൊക്കെ പോസ്റ്റിനാണ് വിളിക്കുന്നത്, എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് ഏജ് ലിമിറ്റ്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ബ്രീഫായിട്ടും ഒന്ന് നമുക്ക് നോക്കിപ്പോകാം. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം FCI നമ്മുടെ വൺ ഓഫ് ദി ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ്റെ അണ്ടറിലാണ് നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരുന്നത്. എന്താണ് ഡ്യൂട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് പേർക്കും അറിയായിരിക്കും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫുഡ് ഗ്രെയിൻസുകൾ
അതിനെ എന്താ പറയുക, ഫാമേഴ്സിൻ്റെ നിന്ന് കളക്ട് ചെയ്യുന്നതും അതിനെ സ്റ്റോർ ചെയ്യുന്നതും ആവശ്യമായിട്ടുള്ള അനുസരിച്ച് അതിനെ പബ്ലിക്കിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എത്തിക്കുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം വളരെ നല്ല ഒരു ഗവൺമെൻറ് ജോബാണ്. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് ജോബിൻ്റെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, എല്ലാ ഫെസിലിറ്റീസും എല്ലാ അഡ്വാൻറ്റേജസും ഒക്കെ തന്നെ വരുന്ന ഒരു എക്സാം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കൂടിയാണ് FCIയുടെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് കംപ്ലീറ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. സോ എക്സലൻറ്റ് ജോബ് സെക്യൂരിറ്റിയും അട്രാക്റ്റീവ് സാലറിയും അലവൻസുകളും പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസും ആൻഡ് അപ്പോയിൻമെൻറ്റ് അക്രോസ് ഇന്ത്യ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സോൺ വൈസാണ്. അപ്പോൾ ഏത് സോണിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ സോണിലേക്കായിരിക്കും കിട്ടുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കാം. അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടും ഉണ്ടായിരിക്കും. ഇപ്പം ഇനി നമുക്ക് ഇതിൻ്റെ എക്സാംസിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിപ്പം വളരെയധികം ഡിസ്കഷനിൽ വരാനുള്ള റീസൺ എന്താണെന്ന് ഉള്ളത് അതിൻ്റെ ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് ഇത്ര ഡിസ്കഷൻ നടക്കുന്നത്. അത് കൂടാതെ നമുക്ക് ഈ പറയുന്ന പോലെ പുറത്ത് വരുന്ന ചില ലെറ്റേഴ്സും പുറത്ത് വരുന്ന ചില ഡിസ്കഷൻസ് ഒക്കെ ഒരു റീസൺ ആണ്. ഇതും നിങ്ങൾ കാണാൻ പറ്റും. മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഈ പറയുന്ന നമ്മുടെ പാർലമെൻറ്റിലെ ഈ പറയുന്ന രാജ്യസഭ MP ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ മിനിസ്ട്രി ആയിട്ടൊക്കെ നടക്കുന്ന കുറേ ഡിസ്കഷൻ്റെ ബേസിസിലൂടെയാണ് ഇത് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. പ്ലീസ് റെഫർ ടു യുവർ ലെറ്റർ ഡേറ്റഡ് ദാറ്റ് ഗിവൺ ഡേറ്റ്. ഒരു ഏപ്രിലെ ഡേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. റിഗാർഡിംഗ് ഡിമാൻഡ് ടു അർജന്റ് റിക്രൂട്ട്മെന്റ് ടു വേക്കന്റ് പോസ്റ്റ് ഇൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. I have had the matter explained and would like to inform that the action plan formulated for filling up vacancies through a direct recruitment drive is under review and active consideration in FCI. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ഷൻ പ്ലാൻ ഓൾറെഡി FCIയിൽ കംപ്ലീറ്റ്ലി റെഡിയാണ്. ആൻഡ് ഇപ്പോൾ അതിൻ്റെ റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിവ്യൂയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഈ പറഞ്ഞ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് മിനിസ്ട്രിയിലേക്ക് പോകും. മിനിസ്ട്രീൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു നോട്ടിഫിക്കേഷനായിട്ട് ഡ്രാഫ്റ്റായി നമ്മളുടെ മുമ്പിലേക്ക് പബ്ലിക്കിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അത് മിക്കവാറും മേ ബി ഒരു 2 മാസത്തിനുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാംസ് ഒരു 4 തൊട്ട് 5 മാസത്തിനുള്ളിലൊക്കെ എക്സാംസ് വരാനും സാധ്യതയുണ്ട്. എന്നുള്ള 2 മാസത്തിനകത്ത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടന്ന് നോട്ടിഫിക്കേഷൻസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അപ്ലൈ ചെയ്യാൻ ഒരു സമയം കാണും. പിന്നെ അതിൻ്റെ സ്ക്രൂട്ടിനി അതിനൊക്കെ കുറച്ച് സമയം കാണും. പക്ഷേ വൺസ് ഈ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എക്സാംസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സിമ്പിൾ റീസണ്, എക്സാം നടത്തുന്നത് IBPS, നമ്മുടെ ബാങ്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന IBPS ആണ് FCIയുടെയും എക്സാം നടത്തുന്നത്. അപ്പം ബാങ്ക് പാറ്റേൺ ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ എക്സാം നടത്തുന്ന കണ്ടക്ടിങ് ബോഡി ആരാണ്? IBPS ആണ്. നിങ്ങൾക്കറിയാം IBPS ബാങ്ക് എക്സാംസ് എങ്ങനെയാണ് നടത്തുന്നുള്ളത്. എക്സാം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മാസം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു 3 മാസം കൊണ്ട് തന്നെ എക്സാമിൻ്റെ മേജർ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഇൻ്റർവ്യൂ, റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട് അത് ചെയ്യാറുള്ളൂ. ബട്ട് അതർവൈസ് ആ പ്രോസസ്സ് വളരെ നീറ്റായിട്ടും വളരെ ഫാസ്റ്റായിട്ടും വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രോസസ്സ് വളരെ സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ 2 മാസം നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്താൽ പോലും രജിസ്ട്രേഷന് വേണ്ടി നമുക്ക് ഏകദേശം 1 മാസത്തോളം സമയം കിട്ടിയാൽ പോലും പിന്നെയും അതിനുശേഷം സ്ക്രൂട്ടിനിക്ക് പിന്നെയും 1 മാസം സമയം കിട്ടിയാൽ പോലും നമുക്ക് ഏകദേശം ഒരു 4 മാസം സമയം നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ മിക്കവാറും കാണാൻ സാധ്യതയുള്ള 2022 ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ കാണാൻ സാധ്യതയുള്ള ഒരു നവംബർ ഡിസംബറിലായിരിക്കും. മിക്കവാറും എക്സാം നടക്കാൻ പോകുന്നത് ഒരു ജനുവരി ഫെബ്രുവരി ആ സമയത്തായിരിക്കും മിക്കവാറും എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു 4 തൊട്ട് 5 മാസത്തോളം സമയം നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി. സോ പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾ ഇതിനു വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആൻഡ് SSC റെയിൽവേ ബാങ്ക് എക്സാംസിന് വേണ്ടിയൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരത്തില്ല, കുറച്ചൊരു എഫേർട്സ് മാത്രമേ ഇടേണ്ടി വരത്തുള്ളൂ. എന്താണെന്നുള്ളത് നമുക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ എക്സാം എന്ത് പോസ്റ്റിലേക്കാണ് വിളിക്കുന്നതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എല്ലാവരും ഒരു 2 പോസ്റ്റേ കേൾക്കാറുള്ളൂ. ഡിപ്പോട്ടും ജനറൽ മാനേജർ ജനറൽ എന്ന് പറയുന്ന 2 പോസ്റ്റേ കേൾക്കാറുള്ളൂ. പക്ഷെ അതല്ല, ഇത്രയും പോസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഇത് യൂഷ്വലി വിളിക്കുന്നത്. നിങ്ങൾ കാണാൻ പറ്റും എല്ലാവരും കേൾക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഈ മാനേജർ ജനറൽ അല്ലെങ്കിൽ ഈ ജനറൽ ആൻഡ് ഡിപ്പോട്ട് എന്ന് പറയുന്ന 2 പോസ്റ്റ് മാത്രമേ എല്ലാവരും കേൾക്കാറുള്ളൂ. ആക്ച്വലി അത് മാനേജർ ജനറൽ, മാനേജർ ഡിപ്പോട്ട്, അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ഗ്രേഡ് 3യിലേക്ക് വരുമ്പം ഈ ഡിപ്പോട്ട് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ. ആക്ച്വലി ഈ ജനറൽ ഡിപ്പോട്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് 2 പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത്. ഒന്ന് മാനേജറിൻ്റെ പോസ്റ്റിലേക്കും വിളിക്കുന്നുണ്ട്, അതുകൂടാതെ അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ പോസ്റ്റിലേക്കും വിളിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അവിടെ 4 പോസ്റ്റ് ആവുന്നുണ്ട്. ഇനി ഇതുകൂടാതെ എന്തിനാണ് ഈ 4 പോസ്റ്റ് എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ഗ്രാജുവേറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്.
പിന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വേറെയും ഒരുപാട് പേര് കാണും, വേറെ പല ടൈപ്പ് ഓഫ് ഡിഗ്രി ചെയ്ത ആൾക്കാർ, ലൈക്ക് മേ ബി എന്താ പറയുക എഞ്ചിനീയറിംഗ് എടുത്തവർ കാണും, സിവിലോ ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തവർ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ, അതുപോലെ പല പല ഡിഗ്രീസ് നിങ്ങൾ കാണാൻ പറ്റും ഏതൊക്കെ ഡിഗ്രീസ് ആണ് അവിടെ വരുന്നത്. അങ്ങനെ പല പല ഡിഗ്രി എടുത്തവർ നിങ്ങൾക്കൊക്കെ തന്നെ ഈ പറഞ്ഞ എക്സാംസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ജനറലും മാനേജർ ഡിപ്പോർട്ടിന് മാത്രമല്ല എനി ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മാനേജർ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടി ഉണ്ട്. വളരെ വലിയ വേക്കൻസി ആയിരിക്കത്തില്ല, ചെറിയൊരു വേക്കൻസി ആയിരിക്കും, എന്നാലും അവിടെയും എനി ഡിഗ്രി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അതേപോലെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ എനി ഡിഗ്രി, അതുപോലെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡിപ്പോർട്ട് എനി ഡിഗ്രി. അപ്പോൾ ഇതാണ് എനി ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ള പോസ്റ്റുകൾ കുറച്ചുകൂടി ടെക്നിക്കൽ എന്ന് വേണമെങ്കിൽ പറയുന്നുണ്ട്, അതിന് സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഏതാ ക്വാളിഫിക്കേഷൻ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ വായിച്ച് നോക്കാം, മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റുകൾ കൂടാതെ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോസ്റ്റിലേക്കല്ല, ഒന്നീ കൂടുതൽ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കല്ല അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ മിക്ക ആൾക്കാരും ഇത് ഫോക്കസ് ചെയ്യുന്നത് ഈ 4 പോസ്റ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ബിക്കോസ് വേക്കൻസി കൂടുതൽ ഇവിടാണ്, അത്യാവശ്യം നല്ല വേക്കൻസി കാണുന്നുണ്ട്. ഉള്ള വേക്കൻസികളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി അത് ഇവിടെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് 6000 വേക്കൻസിക്ക് വിളിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ 7000 വേക്കൻസി വിളിക്കുകയാണെങ്കിൽ അതിൽ മിക്കവാറും ഒരു 3000-4000 വേക്കൻസിക്കാളും കൂടുതൽ വേക്കൻസി ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത്. ബാക്കി എല്ലാം ചെറിയ ചെറിയ വേക്കൻസീസേ വരത്തുള്ളൂ. എന്നുകൊണ്ട് ഇപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് അവിടെ 2000-3000 വരെ വിളിക്കത്തില്ല, അവിടെ വളരെ കുറച്ച് പേരെ എടുക്കില്ല. അതുപോലെ മെക്കാനിക്കൽ ആയാലും ഇലക്ട്രിക്കൽ ആയാലും ബാക്കിയുള്ള പോസ്റ്റിലൊക്കെ തന്നെ ചെറിയ വേക്കൻസി ആയിരിക്കും. ഏറ്റവും കൂടുതൽ വേക്കൻസി നമ്മൾ കാണാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വേക്കൻസി കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആയിരിക്കും നമ്മുടെ. അതുപോലെ മാനേജറിലേക്ക് വരുമ്പോഴും ഏറ്റവും കൂടുതൽ മാനേജർ പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി കാണാൻ പോകുന്നത് അവിടെ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റൽ എക്സാംസിന് വേണ്ടി ഇപ്പോൾ ഓൾറെഡി SSC, റെയിൽവേ, ബാങ്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ എക്സാമിന് വേണ്ടി ഒരു ഭയങ്കര സെപ്പറേറ്റ് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് SSCയോ റെയിൽവേയോ ബാങ്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ആ എക്സാമിന് നടക്കാൻ പോകുന്ന സിലബസിൻ്റെ ഒരു മേജർ പോർഷൻ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതെന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പം ഈ പറഞ്ഞ 4 ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുകൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും എന്താ പറയുക ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഒക്കെ വരുന്ന, ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഈ 4 പോസ്റ്റിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ജനറൽ ആയിട്ട് നോക്കാം. അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഏത് ഡിഗ്രിക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആണ് ജോലി എന്ന് പറയുന്നത്. ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ്സ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മേജർ റോൾ എന്ന് പറയുന്നത്. അതേപോലെ ഡിപ്പോർട്ട് ആണെങ്കിൽ ആ പേരിൽ തന്നെ ഉണ്ട്, വെയർ ഹൗസ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. എനി ഡിഗ്രിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ സ്റ്റോക്സും ഇൻവെന്ററീസിന്റെ ഒക്കെ മാനേജ്മെന്റ്, അതാണ് മെയിൻ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഹ്യൂജ് വേക്കൻസീസ് വരാൻ പോകുന്ന ഈ 2 പോസ്റ്റുകൾക്ക്. ഇനി മാനേജർ പോസ്റ്റ് നിങ്ങൾക്കറിയാതെ കുറച്ചൊരു ഹയർ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് ആണ്. അപ്പോൾ അതിലേക്ക് വരുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എഗെയിൻ എനി ഡിഗ്രിയാണ്. ഒരു ജോബ് റോൾ പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആണ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? സൂപ്പർവിഷൻ ആണ്, FCIയിൽ നടക്കുന്ന ഓപ്പറേഷൻസിന്റെ സൂപ്പർവിഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. പിന്നെ ഡിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ എനി ഡിഗ്രിയാണ് മെയിനായിട്ട്. പ്രൊക്യൂർമെന്റും ഈ പറഞ്ഞ പോലെ സ്റ്റോറേജ് മാനേജ്മെന്റും ലോജിസ്റ്റിക്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവർ നോക്കുന്നത്. അപ്പോൾ ഈ 4 പോസ്റ്റുകളാണ് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പോസ്റ്റുകൾ. നിങ്ങളുടെ ഈ നോട്ടേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പോകുന്ന ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ എല്ലാം ആയിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഈ പോസ്റ്റുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വേക്കൻസി നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സാലറി പാക്കേജിനെ കുറിച്ച് ഞാൻ റഫായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പം അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണെങ്കിൽ ഒരു 28,200 ആണ് ബേസിക് പേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബാക്കിയുള്ള അലവൻസുകളൊക്കെ ചേരും. നിങ്ങൾക്കറിയാം അലവൻസുകളൊക്കെ ചേരുമ്പോൾ ഏകദേശം കൈ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 55,000 ആ റേഞ്ച് ഓഫ് സാലറി. അതിൽ കൂടുതൽ വരും ചിലപ്പം, നമ്മുടെ ഡ്യൂട്ടി അനുസരിച്ചും കാര്യങ്ങളൊക്കെ അനുസരിച്ചും പോസ്റ്റിംഗ് അനുസരിച്ചും നമ്മുടെ സിറ്റി അനുസരിച്ച് ഒക്കെ തന്നെ നമുക്ക് അതിൽ ചെറിയ വ്യത്യാസം വരും. എന്നാലും ഏകദേശം ഒരു കൈ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ബിക്കോസ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഡിയറൻസ് അലവൻസ് നമ്മൾ ഇപ്പോഴത്തെ പേ കമ്മീഷൻ വെച്ച് എടുത്താൽ പോലും 28,200 ആണെങ്കിൽ എൻ്റെ 50% കൂടുതൽ ഡിയറൻസ് അലവൻസാണ്. അപ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു 15,000 ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ആകാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 15,000 ആഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്കറിയാം അത് നമുക്ക് ഈ 28,000, 38,000 അത് 43,000 റേഞ്ചിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള അലവൻസുകളൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അത് ബെറ്റർ എമൗണ്ടിലേക്ക് പോകും. സോ ഉറപ്പായിട്ടും കൈ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു 50 തൊട്ട് 60 ഇടയ്ക്ക് ആയിരിക്കും. നമുക്കൊരു ജനറൽ ആയിട്ട് പറയാം. മാനേജർ ആണെങ്കിൽ അവിടുത്തെ ബേസിക് പേ 40,000 ആവും. അപ്പം കൈ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് പിന്നെ അതിലൊരു 20,000 ആഡ് ആകുമ്പോൾ 60,000 ആവും. പിന്നെ ബാക്കിയുള്ള അലവൻസുകളും കാര്യങ്ങളൊക്കെ ആഡ് ആയി വരുമ്പോഴത്തേന് നിങ്ങൾക്ക് അവിടുത്തെ സാലറി എന്ന് പറയുന്നത് എറൗണ്ട് ഒരു 65,000 90,000 പ്ലസ് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരുപാട് അലവൻസുകളും അഡീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ യൂഷ്വലി കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം സെൻട്രൽ ഗവൺമെന്റ് ഹോളിഡേസ്, പ്രൊമോഷൻസ്, പെൻഷന്, അതുപോലെ ട്രാവൽ ലീവ് കൺസെഷൻസ്, മെഡിക്കൽ ബെനിഫിറ്റ്സ്, ഹൗസ് റെന്റ് അലവൻസുകൾ, ഡിയറൻസ് അലവൻസുകൾ, സാധാരണ ഗവൺമെന്റ് ജോബിന് കിട്ടുന്ന അലവൻസുകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്.
ഇവിടെയും വരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പം നമ്മൾ ഇനി ഏജ് ലിമിറ്റും അങ്ങനെയുള്ള കാര്യങ്ങളോട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4-5 പോസ്റ്റുകൾ, അതിൻ്റെ ഡിഗ്രിയും ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ നമ്മുടെ ഈ പറഞ്ഞ നിങ്ങൾ ഇൻ ജനറൽ നോക്കുകയാണെങ്കിൽ മാനേജറും അതുപോലെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡിപ്പോർട്ടും. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഓൾറെഡി ക്വാളിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ ചില കേസുകളിൽ നമുക്ക് ഈ ഒരു മിനിമം 60% മാർക്സ് പറയുന്നുണ്ട് അവർ നമ്മുടെ ഗ്രാജുവേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. പിന്നെ അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ വർഷം അത് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ അതോ ജസ്റ്റ് ഗ്രാജുവേഷൻ ആണോ പറയുന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഏജ് ലിമിറ്റ് അറിഞ്ഞിരിക്കുക. മാനേജർ ആണെങ്കിൽ 18 തൊട്ട് 28 വയസ്സ് വരെയും, ഡിപ്പോർട്ട് ആണെങ്കിൽ 18 തൊട്ട് 27 വയസ്സ് വരെയാണ് നമുക്കത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ ഓൾറെഡി സാലറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തു. അപ്പം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കറിയാം, ഏജ് ലിമിറ്റ് നിങ്ങൾക്കറിയാം, അപ്പം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് നിങ്ങൾക്കറിയാം. സാലറിനെ കുറിച്ച് നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു മെട്രോ സിറ്റീസ് ആണെങ്കിൽ, ഒരു എക്സ് കാറ്റഗറി മെട്രോ സിറ്റീസ് ഒക്കെ ആണെങ്കിൽ മാനേജറിൻ്റെ ഒരു ഗ്രോസ് പേ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഒരു ടോട്ടൽ പേ എന്ന് പറയുന്നത് ഏകദേശം ഒരു 72,000 80,000 ആ റേഞ്ച് ആയിരിക്കും വരുന്നത്. അതേപോലെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണെങ്കിൽ ഏകദേശം ഒരു ഗ്രോസ് പേ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പോലെ ഒരു 54,600 ഒക്കെ ആയിരിക്കും ഏകദേശം വരുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പോൾ കൈ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 40 തൊട്ട് 50 ഇടയ്ക്കായിരിക്കും കൈ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ബാക്കിയുള്ള അലവൻസുകളും കാര്യങ്ങളൊക്കെ തന്നെ യൂഷ്വൽ നമ്മുടെ ഗവൺമെന്റും ആ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ചുള്ളതെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഒരു ജോലിയെ കുറിച്ച് പറയുമ്പോൾ ഡെഫിനറ്റ്ലി സാലറി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂച്ചർ കരിയർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൂടി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾ പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 2ലേക്ക് പ്രൊമോഷൻ വരും. അതൊക്കെ പ്രൊമോഷൻ വഴി ഫില്ല് ചെയ്യുന്ന പോസ്റ്റിലാണ്. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 1 ആവും. എന്നിട്ടാണ് ഏത് പോസ്റ്റിലേക്ക് വരുന്നത്? മാനേജർ പോസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒന്ന് ഇതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ട് നടത്തുന്നത്, അല്ലെങ്കിൽ ഇതാണ് പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ട് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ എൻട്രി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങളെടുക്കും ആ മാനേജർ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ. അല്ലെങ്കിൽ പിന്നെ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ എത്തിച്ചേരണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നേരെ ഈ ഒരു മാനേജർ പോസ്റ്റിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട്, നമ്മുടെ വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, അസിസ്റ്റന്റ് വേക്കൻസി ഒരിക്കലും മാനേജറിന് കാണത്തില്ല. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഡയറക്റ്റ്ലി മാനേജറിന്റെ പോസ്റ്റിലേക്ക് തന്നെ എൻ്റർ ചെയ്യണം. ആൻഡ് മാനേജറിന്റെ പോസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരാൾ അസിസ്റ്റന്റ് ജനറൽ മാനേജർ. ഇതും നമുക്ക് ചില സമയത്ത് അവരെ ഡയറക്റ്റ്ലി വിളിക്കാറുണ്ട് റിക്രൂട്ട്മെന്റ് വേണ്ടി. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പം വിളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ എക്സ്ട്രാ കുറേ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ സാധ്യതയുണ്ട്. പിന്നെ ആ ഒരു അസിസ്റ്റന്റ് ജനറൽ മാനേജറിൽ നിന്ന് ഡെപ്യൂട്ടി ജനറൽ മാനേജറും ആൻഡ് ഫൈനലി ജനറൽ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരെ എത്തിച്ചേരാൻ പറ്റും. അതുപോലെ മാനേജർ ആണെങ്കിൽ നമ്മളിപ്പം കണ്ട പോലെ തന്നെ മാക്സിമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റ് വരെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും അവിടെ. ബാക്കി അതിൻ്റെ ഇടയ്ക്കുള്ളത് ഓൾറെഡി നമ്മളവിടെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ലോങ് ടേം കരിയർ ഗ്രോത്ത് വഴി ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻസ് വഴിയായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ SSC ബാങ്ക് റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു എക്സാംസിന് ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കും, കുറച്ച് ഏരിയാസ് മാത്രം എക്സ്ട്രാ കവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു റീസൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ എക്സാം SSC ഇൻക്ലൈൻഡ് ആണോ, ബാങ്ക് ഇൻക്ലൈൻഡ് ആണോ, റെയിൽവേ ഇൻക്ലൈൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു എക്സാമാണ് ഇതെന്ന് പറയുന്നത്. കൂടുതലും SSC ആൻഡ് ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. റെയിൽവേ കുറച്ചൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറെ റീസൺ ഒന്നും അല്ല, നമുക്ക് എന്തുണ്ട്? ഇംഗ്ലീഷ് ഉണ്ട്. ആൻഡ് റെയിൽവേക്ക് ഇംഗ്ലീഷ് പഠിക്കാനില്ല. പക്ഷെ നമുക്കറിയാം SSC ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം പ്രോസസ്സ് ഒരു 2 സ്റ്റേജിലാണ് നടക്കുന്നത്. നമ്മുടെ എന്താ പറയുക, അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണെങ്കിൽ, മാനേജർ ആണെങ്കിൽ എക്സ്ട്രാ എന്തുകൂടി വരും? ഇന്റർവ്യൂ കൂടി മാനേജറിന് വരും. അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണെങ്കിൽ, ഇപ്പം നിങ്ങൾ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണെങ്കിൽ അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ മാനേജർ ആണെങ്കിൽ ഇന്റർവ്യൂ കൂടി എക്സ്ട്രാ വരും. ബട്ട് അതർവൈസ് ബാക്കി 2 എക്സാം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിലാത്ത ഫേസിലേക്ക് വന്ന ഇംഗ്ലീഷ് ബാങ്കും SSC ഒരേപോലെ തന്നെയാണ്. റീസണിങ് കുറച്ചുകൂടി ബാങ്കുമായിട്ട് അലൈനായി നിൽക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ SSCയുടെ റീസണിങ് ഏരിയസ് കാണും, പക്ഷെ ബാങ്കുമായിട്ട് കുറച്ചുകൂടി ഇൻക്ലൈൻഡ് ആയിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ ന്യൂമറിക്കൽ എബിലിറ്റി വരുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ SSCയും ബാങ്കുമായിട്ടും മിക്സായി ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഇത് വരുമ്പോൾ അഗെയിൻ SSC പഠിക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു ആഡഡ് അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ ബാങ്കുകാരും പഠിക്കാറുണ്ടെങ്കിലും കുറച്ചുകൂടി ആ ഒരു ജനറൽ സ്റ്റഡീസ് പഠിക്കുന്നത് ഈ പറഞ്ഞ പോലെ SSCക്കാരാണ്. സോ അവർക്ക് കുറച്ചുകൂടി അത് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കും. ഇത് പിന്നെ നിങ്ങൾക്കറിയാം SSCയും ബാങ്കും 2 പേർക്കും ഒരേപോലെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് കുറച്ചുകൂടി കൂടുതൽ ബാങ്ക് ഇൻക്ലൈൻഡാണ്. ഇത് നമ്മുടെ ഈ പറഞ്ഞ SSCയും ബാങ്കും രണ്ടും ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി SSC ഇൻക്ലൈൻഡ് ആണെന്ന് ഞാൻ പറയും. അവിടെ വരുമ്പോൾ റീസണിങ് കുറച്ചുകൂടി ബാങ്ക് ഇൻക്ലൈൻഡും നമ്മുടെ മാത്സ് കുറച്ചുകൂടി SSC ഇൻക്ലൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ജനറൽ സ്റ്റഡീസ് നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം SSC റെയിൽവേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, RRB വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചേർത്തേക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ SSC നമ്മുടെ ബാങ്ക് റെയിൽവേ ഒക്കെ പഠിക്കുന്നവർക്ക് ഈ പറഞ്ഞ എക്സാംസ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസിലേക്ക് പോകുമ്പോൾ
നമ്മുടെ നോർമൽ ഡിഗ്രി ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഇതേ ഏരിയാസ് തന്നെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പം കമ്പ്യൂട്ടർ പ്രൊഫഷൻസി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് എക്സ്ട്രാ ചോദിക്കും. ബട്ട് അതർവൈസ് സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ അങ്ങനത്തെ ക്വാളിഫിക്കേഷൻ കേസാണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ സ്പെസിഫിക് പോസ്റ്റിന് റിലേറ്റ് ചെയ്യുന്ന ഡിഗ്രി എന്താണോ അതിൻ്റെ കുറച്ചുകൂടി പ്രൊഫഷണൽ നോളജ് വരുന്ന പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ. ടെക്നിക്കൽ പോസ്റ്റ് ആണെങ്കിൽ ആ ടെക്നിക്കൽ പോസ്റ്റിനനുസരിച്ചുള്ള പേപ്പേഴ്സ് അവിടെ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ മാനേജർ ആണെങ്കിൽ ഇൻ്റർവ്യൂ കൂടി ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് എളുപ്പമായിരിക്കും എന്ന് പറയാൻ റീസൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അഗെയിൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ SSCയുടെ CGLന്റെ ഒക്കെ അതേ എക്സാം പാറ്റേണിലായിരുന്നു നടക്കുന്നത്. 25 ക്വസ്റ്റ്യൻ വെച്ച് 25 മാർക്കും ആൻഡ് ഇപ്പോഴത്തെ SSCയുടെ CGLന്റെ തന്നെ പുതിയ സെക്ഷണൽ ടൈമിംഗ് 15 മിനിറ്റ് വെച്ചു. ഇങ്ങനെയാണ് ഈ സംഭവം പോകുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഇതിപ്പോൾ എത്രയും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ എക്സാം നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ ശരിയല്ല. എന്തുകൊണ്ടാണ് അത് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ എക്സാം നോട്ടിഫിക്കേഷൻ ഈ ഒരു FCIയുടെ ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം FCIയുടെ നോട്ടിഫിക്കേഷൻ വരേണ്ട സമയം ആയി അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ആൻഡ് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ വേക്കൻസി മാത്രം നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രീവിയസ് വേക്കൻസീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രയും വലിയ നമ്പേഴ്സിലേക്ക് അത് പോകുമല്ലോ എന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ കൂടുതലും എനിക്ക് തോന്നുന്നു മേ ബി ഈ പറയുന്ന പോലെ തന്നെ നമുക്കൊരു അത്യാവശ്യം ഇനി മുമ്പൊക്കെ കണ്ടിട്ടുള്ളത് വെച്ച് കൂടുതൽ വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. എന്നുള്ള ഈ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടൈമിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും വേക്കൻസീസ് കൂടുന്ന സമയത്ത് FCI വിളിച്ചിട്ട് തന്നെ 4 വർഷമായെങ്കിൽ വേക്കൻസീസ് കുറച്ച് അധികം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്ന നമ്പേഴ്സിലേക്ക് പോയില്ലെങ്കിലും അത്യാവശ്യം നല്ല വേക്കൻസി കാണും. ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളതിനേക്കാളും കൂടുതൽ വേക്കൻസി കാണാൻ എന്തായാലും നല്ല ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ജോലിയാണ്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്യുക. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതിൻ്റെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ ഡിസ്കസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാംസിനെ കുറിച്ച് ക്ലിയർ ഐഡിയ കിട്ടും. അതുപോലെ കറണ്ട് അഫയേഴ്സ് ആയാലും ശരി, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റുകളായാലും ശരി, ഇതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഡിഗ്രി, ഒരു നല്ലൊരു ജോലി ഡിഗ്രി ഉള്ളവർക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല സാലറിയും ബാക്കിയുള്ള അലവൻസുകളും കാര്യങ്ങളെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കുന്ന വിട്ട്. എന്നിട്ട് ഇവിടെ വരുമ്പം SSC റെയിൽവേയിലൊക്കെ കാണുന്ന ഒരു കോമ്പറ്റീഷൻ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. എന്നിട്ട് ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും സാധാരണ ബാക്കി എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എപ്പോഴും സാധാരണ വിളിക്കുന്ന ഒരു എക്സാം അല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞതിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ FCIയുടെ ബാച്ചസ് നമുക്കുണ്ട് ഇവിടെ എൻട്രിയിൽ. അപ്പം ഓൺലൈൻ ബാച്ചസ് ആണ് വരുന്നത്. അപ്പോൾ ആ ബാച്ചസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഇപ്പം ഈ FCIയുടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ എൻട്രിയിൽ എന്താ ഈ സമയത്ത് ഹൈലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോലികളുടെ കോഴ്സുകൾക്കെല്ലാം തന്നെ നമുക്ക് ഇപ്പം 40% ഓഫ് ഉണ്ട്. ഏകദേശം 40% ഓഫിൽ നിങ്ങൾക്ക് ഈ കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. മേ ബി നിങ്ങളുടെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഫ്രണ്ട്സിനോ ഒക്കെ തന്നെ യൂസ്ഫുൾ ആയിരിക്കും. സോ അത് ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. സോ ഈ ഒരു ഓഫർ തീർന്നു പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഇപ്പം തന്നെ ആ ഒരു ഓഫർ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഈ അതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇയാൾക്ക് എന്ത് രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നവർ ഇനി വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. കവർ ചെയ്യാനുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കവർ ചെയ്യാനുള്ള ഏരിയാസ്, ഇപ്പം ബാങ്ക് ആണെങ്കിൽ അവർക്ക് GKയുടെ ഏരിയ കുറച്ചുകൂടി അഡീഷണൽ കവർ ചെയ്യേണ്ടി വരും. റെയിൽവേ നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടി അഡീഷണൽ കവർ ചെയ്യേണ്ടി വരും. SSC നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ബാങ്ക് ടൈപ്പ് ഓഫ് റീസണിങ്ങും അങ്ങനെയുള്ള കുറച്ച് ഏരിയാസൊക്കെ കുറച്ചുകൂടി കവർ ചെയ്യേണ്ടി വരും. അപ്പം എല്ലാവർക്കും കവർ ചെയ്യാനുള്ള അഡീഷണൽ ഏരിയാസ് മാത്രമേ ഇനി എത്രയും പെട്ടെന്ന് ഫോക്കസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തോ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് വരുമ്പോൾ അത് നമ്മൾ ഈ ചാനൽ ത്രൂ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ചാനലും ഫോളോ ചെയ്യുക ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ട് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്